നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ അറിയാതെ പ്രണയിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പരിശോധിക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഇഷ്ടത്തെക്കുറിച്ച് പുറത്തു പറയണമെന്നില്ല. പലപ്പോഴും പുരുഷന് അത് മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത്തരം അവസ്ഥയിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തന്നോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് തങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് പുരുഷനെ മനസ്സിലാക്കിപ്പിക്കാൻ സ്ത്രീ കാണിക്കുന്ന ചില പെരുമാറ്റ രീതികളും സ്വഭാവമാറ്റങ്ങളുമുണ്ട്. ഇത് പലപ്പോഴും പുരുഷൻ മനസ്സിലാക്കിയാൽ അവർക്കുള്ള ഇഷ്ടം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു സ്ത്രീ നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതായി തോന്നിയാൽ അത് സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ട് എന്നാണ്. ഇത് അവരുടെ പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ മാത്രമേ ആ ബന്ധം വർക്കൗട്ട് ആവുകയുള്ളൂ. ഈ പറയുന്ന രീതികളിലൂടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ പെട്ടെന്ന് തന്നെ പുരുഷന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 1. കണ്ണിൽ നോക്കി അറിയാം. പെട്ടെന്ന് നിങ്ങളോട് താല്പര്യമുള്ള വ്യക്തിയുടെ നോട്ടം നിങ്ങളിലേക്ക് മാത്രമായിരിക്കും. ഒരു സ്ത്രീ നിങ്ങളോട് ഇടയ്ക്കിടെ കണ്ണുകൊണ്ട് സംസാരിക്കുന്നതായി തോന്നുന്നെങ്കിൽ അവർക്ക് നിങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് അകലെ നിന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് സത്യം. നിങ്ങളോട് അവരുടെ ആഗ്രഹം അറിയിക്കാൻ ചിലപ്പോൾ തിരഞ്ഞെടുത്ത വഴിയായിരിക്കാം അത്. ഇത്തരത്തിൽ കണ്ണുകൾ കൊണ്ടുള്ള പ്രത്യേക പെരുമാറ്റം അല്ലെങ്കിൽ നോട്ടം, ഇത് നിങ്ങളെ സ്വാധീനിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. 2. തമാശ അല്ലെങ്കിലും ചിരിക്കുന്നത്. പറയുന്ന കാര്യം തമാശയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ചിരി വരും. എന്നാൽ തമാശ അല്ലാത്ത ഒരു കാര്യത്തിന് പോലും പതിവായി ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അത് സുഹൃത്തോ സഹപാഠിയോ ആരുമായിക്കോട്ടെ, അവർക്ക് നിങ്ങളോടുള്ള പ്രത്യേക ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സംസാരം അവർ ആസ്വദിക്കുന്നു എന്നും നിങ്ങളോടൊപ്പം അവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ചിരിക്കും നിങ്ങളുടെ സംസാരത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3. സ്പർശനം. ചെറുതായി നിങ്ങളെ സ്പർശിക്കുന്നത് പോലും പലപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൈകളിലോ തോളുകളിലോ ചെറുതായി സ്പർശിക്കുന്നത് പലപ്പോഴും നിങ്ങളോട് അവർക്കുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമിത സ്വാതന്ത്ര്യത്തോടെ ഒരു സ്ത്രീ നിങ്ങളെ സ്പർശിക്കുക ആണെങ്കിൽ അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കി പ്രതികരിക്കണം. 4. വ്യക്തിപരമായ കാര്യങ്ങൾ. നിങ്ങളുടെ സുഹൃത്തോ സഹപ്രവർത്തകയോ ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് നിങ്ങളോട് വ്യക്തിപരമായ അടുപ്പമോ സ്നേഹമോ ഉണ്ടെങ്കിൽ അവർ പലപ്പോഴും നിങ്ങളോട് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. ബന്ധുക്കൾ, സഹോദരങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർ നിങ്ങളോട് ചോദിക്കും. ഇതെല്ലാം രണ്ടു പേരുടെയും മനപ്പൊരുത്തം മനസ്സിലാക്കുന്നതിന് കൂടിയാണ്. ഇതെല്ലാം അവർക്ക് നിങ്ങളോടുള്ള അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5. ശരീരഭാഷ മനസ്സിലാക്കുക. സ്ത്രീകളുടെ ശരീരഭാഷ പലപ്പോഴും നിങ്ങളോട് അടുപ്പം കാണിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് ചാരിയിരിക്കുന്നതിന്, നിങ്ങളോട് ഒപ്പം ഇരിക്കുന്നതിന് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സ്പർശിക്കുന്നതിന് അവർ ശ്രമിക്കുന്നു.
ഇതെല്ലാം നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടതാണ്. 6. സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളോട് താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടും. അതിനുവേണ്ടി എന്ത് ഒഴിവ് കഴിവുകൾ പറയുന്നതിനും അവർ തയ്യാറാവുകയും ചെയ്യും. പലപ്പോഴും നിങ്ങളെ അറിയുന്നതിനും നിങ്ങളുമായി പ്രണയബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയും ആണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇത് ഒരിക്കലും നിർണായകമായ ഒരു കാര്യമല്ല. ഇവിടെ പറഞ്ഞ എന്ത് സ്വഭാവ മാറ്റം ഉണ്ടെങ്കിലും ഇരുവരും പരസ്പരം തുറന്നു സംസാരിക്കുക, ഇഷ്ടം പറയുക എന്നതാണ് അതിൻ്റെ ശരിയായ രീതി.